നമസ്കാരം. ബഡ്ജറ്റ് 2026 നോൺ റെസിഡന്റ് ഇന്ത്യൻസിന്റെ കയ്യിൽ നിന്ന് എൻആർഐയുടെ കയ്യിൽ നിന്ന് ഇമൂവബിൾ പ്രോപ്പർട്ടി ലാൻഡോ ബിൽഡിങ്ങോ വാങ്ങുന്ന സമയത്ത് ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. സാധാരണ രീതിയിൽ ഉണ്ടാകുന്നതായ ടാൻ എടുത്ത് ചലാൻ ക്രിയേറ്റ് ചെയ്ത് ക്വാർട്ടർലി റിട്ടേൺ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതിൽ നിന്ന് ഒരു മാറ്റം. എങ്ങനെയാണോ ഒരു റെസിഡന്റ് ഇന്ത്യയിൽ നിന്ന് നമ്മൾ പ്രോപ്പർട്ടി വാങ്ങുന്നു, ഒരു ടാൻ ഇല്ലാതെ കൊണ്ട് തന്നെ ചലാൻ കം റിട്ടേൺ സബ്മിഷൻ പദ്ധതിയായിട്ടുണ്ടാകുന്നതായ 26 QB പോലെ ഉണ്ടാകുന്ന ഫോമുകളിലേക്ക് അത് ലയിപ്പിക്കും എന്നൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടാകുന്നതായ കാര്യം 1/4/2026 മുതൽ പുതിയ ആക്ട് 2025 നിലവിൽ വന്നു എന്നുണ്ടെങ്കിലും ഈ പറയുന്ന പ്രൊവിഷന്റെ ടാൻ ഇല്ലാതെ ചലാൻ കം റിട്ടേൺ സബ്മിഷൻ പ്രൊസീജിയറിലൂടെ നോൺ റെസിഡന്റ് ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന പ്രോപ്പർട്ടിക്ക് ഉണ്ടാകുന്നതായ TDS അടയ്ക്കുക എന്ന് പറയുന്നതായിട്ടുണ്ടാകുന്നതായ ആ ഒരു നിയമം 1/10 ഒക്ടോബർ മാസം 1, 2026 മുതൽ മാത്രമേ അപ്ലിക്കബിൾ ആയിട്ട് വരികയുള്ളൂ. എന്നാൽ 1/4/2026 തൊട്ട് വാങ്ങുന്നതായിട്ടുണ്ടാകുന്നതായ ആ ട്രാൻസാക്ഷൻസിൽ പുതിയ ചലാൻ നമ്പറുകളും പുതിയ ഫോമുകളും അപ്ലിക്കബിൾ ആണ്. ആ പറയുന്ന TDS അടയ്ക്കേണ്ടതായ ചലാൻ നമ്പർ 1057 ആവുന്നു. 1057 പണ്ടത്തെ 27Qന് തത്തുല്യമായിട്ടുണ്ടാകുന്നതായ പുതിയ ഫോം നമ്പർ 144 ആകുന്നു. ഈ പറയുന്ന 1057 ചലാൻ ഫോം 144ന്റെ അപ്ലിക്കബിലിറ്റി ഈ പറയുന്ന 1/4/2026 മുതൽ 1/10/2026 വരെ ഉണ്ടാകുന്നതായ എല്ലാ ട്രാൻസാക്ഷനുകൾക്കും അപ്ലിക്കബിൾ ആണ്. 1/10/2026 കൂടി പണ്ടത്തെ 26 QB QC തുടങ്ങിയിട്ടുണ്ടാകുന്ന ഫോമുകളെല്ലാം ചേർന്ന് പുതിയ ഫോം 141 ചലാൻ കം റിട്ടേൺ സബ്മിഷൻ ഫോം. ആ പറയുന്ന ഫോം 141ലേക്ക് ലയിക്കുമെന്ന് വിചാരിക്കുന്നു. എന്നാൽ ഇതിന്റെ എല്ലാം അപ്ലിക്കബിലിറ്റി ഈ പറയുന്ന രീതിയിൽ 1/10/2026 വരെ ശേഷം മാത്രമാണ്. അതുവരേക്കും പഴയ ഫോമിന്റെ തന്നെയാണ് അപ്ലിക്കബിലിറ്റി വരുന്നത്.